മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ലെന്ന് വെച്ചാൽ നീ എങ്ങോട്ടേ പോകുന്നേ കാർത്തി? കലക്കി അവളുടെ ഒരു ദാമ്പത്യ ജീവിതം കലക്കും ഞാൻ, എല്ലാം കലക്കും. ഒടുവില് ആ താലിമാല അവനെ കൊണ്ട് തന്നെ ഞാൻ പൊട്ടിക്കും. എന്താ മോളെ, എന്താ പ്രശ്നം? മോളെ കരയാതെ കാര്യം പറയേ, എന്താ മോളെ പ്രശ്നം? ആ മൈഥിലിയുടെ കാര്യം പറഞ്ഞ മുത്തശ്ശി പ്രശ്നം. അവളാ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലെ ശത്രു. അവളെ ഇപ്പോഴും ACP സ്നേഹിക്കുന്നുണ്ടോന്ന് എന്റെ സംശയം. ഞാൻ അവനെ ഇനി സ്വീകരിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ കരയിപ്പിക്കും. എന്നെ അവനെ കൊണ്ട് ഞാൻ കൊല്ലിക്കുകയും ചെയ്യും. കരയാതെ മോളെ. ആ മൈഥിലിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നന്മകൾ മാത്രം ചെയ്ത് ശീലിച്ച എന്നെ കൊണ്ട് ദൈവം ഒരു കടുങ്കൈ ചെയ്യിപ്പിക്കും. അത് ഞാൻ ചെയ്യും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാനാ നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അത് ഈ കാര്യത്തിൽ നടക്കില്ല. ഡിവോഴ്സ് കിട്ടാതെ അവളെ വിടാൻ പറ്റില്ല എന്നുള്ള ഒറ്റ വാശിയിലല്ലേ കാർത്തി നിൽക്കുന്നത്? അവനെന്തിനാ ഈ പിടിവാശി കാണിക്കുന്ന എന്റെ ചോദ്യം. അവള് കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ അവന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അറിയുള്ളതല്ലേ. പിന്നെ ഇവള് പോയി തൂങ്ങിച്ചിട്ട അവനെന്താ? സഹജീവികളോട് സ്നേഹവും ദയാവായ്പൊക്കെ ഉണ്ടാവണം. അതാണ് മനുഷ്യത്വം. പക്ഷേ അത് ഇതുപോലുള്ള ക്രിമിനൽസിനോടല്ല കാണിക്കേണ്ടത്. ഒരു തെറ്റുപറ്റി. തെറ്റുപറ്റുന്ന സ്വാഭാവികമാണ്. അത് തിരുത്തി ജീവിച്ചൂടെ? എവിടുന്ന്? ഇത് പശ്ചാത്താപം പോലുമില്ല. പശ്ചാത്താപം ഇല്ലാത്തവനെയാ ക്രിമിനൽസ് എന്ന് പറയുന്നത്. ഇതാ വൈശാഖം ഇവളും ചേർന്ന് നടത്തുന്ന ഏർപ്പാടാന്നാ എന്റെ ബലമായ സംശയം. ഏട്ടത്തി പറഞ്ഞത് 100% ശരിയാ. ആ ഉടപാടിന് കോടികൾ വില വരുമെന്നൊക്കെ അറിയാവുന്നത് ഇവക്കല്ലേ, ഈ മൈഥിലിക്ക്. ഇവൾ ഇവിടെ ഉണ്ടെന്ന് വകവയ്ക്കാതെ നമ്മൾ തന്നെ വിളിച്ചു പോകുന്ന ഇതൊക്കെ. ഈ വീട്ടിൽ A to Z കാര്യങ്ങൾ അറിയാവുന്നത് ഈ മൈഥിലിക്കാ. അവരുടെ അറിവോടെ തന്നെയാ ഇവിടെ ഈ മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. മീനാക്ഷിക്കും നന്ദിനിക്കും ഒക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഉടവാളി ഇവിടെ ഇന്ന് കാണുമായിരുന്നു. ഇതൊരു ഗൂഢാലോചനയാ. ഈ ഗൂഢാലോചനയില് എന്റെ മക്കളെ പറ്റ പെണ്ണുപിള്ളയ്ക്ക് പങ്കുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്താ ജഗദീശൻ നീ ഇങ്ങനൊക്കെ പറയുന്നത്? ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാനുള്ള ധൈര്യമൊന്നും എന്തായാലും മാലതിക്കില്ല. എന്റെ ദാമ്പത്യ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഏട്ടത്തി മാലതിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ ചാടി വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എത്ര ന്യായീകരിച്ചാലും സത്യം സത്യമല്ലാതാകൂ ഏട്ടത്തി. ദാമ്പത്യ ജീവിതം തകരുമെന്ന് കരുതി എന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത്? നീ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. ഏതായാലും മാലതി ഇതൊന്നും ചെയ്യില്ല.
ചെയ്തിട്ടില്ലെങ്കിലും അവൾക്ക് അറിവുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ചെവിക്കുറ്റു നോക്കി ഒരെണ്ണം കൊടുത്താലേ ഉള്ള സത്യം ഇങ്ങ് വെളിയിലോട്ട് വരും. എന്ത് വേണമെന്ന് ആലോചിക്കാ ഞാൻ. എന്റെ ജഗദീഷേ, നീ ഇപ്പൊ അവളെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. അവൾക്ക് ഈ ഗൂഢാലോചനയിൽ ഒരു പങ്കും ഉണ്ടാവില്ല. അച്ഛനും അമ്മയ്ക്കും ആക്സിഡന്റ് ആയിന്ന് അറിഞ്ഞപ്പോ തൊട്ട് മാലതി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ അവളെ സംശയിക്കുന്നേ? അനുഭവമല്ലേ ഏട്ടത്തി ഏറ്റവും വലിയ അധ്യാപകൻ. ആ അനുഭവമൊക്കെ നോക്കി ഞാനൊന്ന് ചിന്തിച്ചു പോയതാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ മൈഥിലി എന്ന് പറയുന്ന അവതാരത്തിനോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്റെ ഭാര്യ മാലതിയാണ്. എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. എന്താ അമ്മേ? ചെമ്പകമംഗലത്തോട് നിത്യയുദ്ധം പ്രഖ്യാപിച്ച് നടക്കുന്ന വേറൊരുത്തിയില്ലേ, ഈയിടെ ജാമ്യത്തിലിറങ്ങി നടക്കുന്ന ഇന്ദ്രജ. ഇന്ദ്രജയ്ക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ, അത് ന്യായമായ സംശയം തന്നെ. അവളൊരു വട്ടുകേസാണല്ലോ. ആകെപ്പാടെ അവക്കൊരു ദാഹം മാത്രമേ ഉള്ളൂ, പ്രതികാരദാഹം. ഇനി കാണുമ്പോ ചോദിക്കണം, 2-3 ലിറ്റർ പോത്തിന്റെ ചോര തരാം, ദാഹം തീരുവോന്ന്. പക്ഷേ ഉടവാൾ ഇവിടെ ഉണ്ടെന്ന് അവളെങ്ങനെ അറിഞ്ഞു? അത് ജയരാമൻ പറഞ്ഞ് മാധുരി അറിഞ്ഞു കാണും. മാധുരി ഇന്ദ്രജയോട് പണ്ടേ പറഞ്ഞു കാണും. ആ, കാർത്തിയ. നീ എവിടെയായിരുന്നടാ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയതാ. മീനാക്ഷി എവിടെ ദേവമേ? ആ, അവള് മുറിയിലുണ്ട് മോനെ. അവൾ ആഹാരം കഴിച്ചോ? ഇല്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഭാര്യയോട് വഴക്കിട്ട് പുറത്തുപോയി. ആലോചിച്ചപ്പോ കുറ്റവും തോന്നിക്കാണും. ഇനി അവളെ സോപ്പിടാൻ ഫുഡ്. ഇവനാണ് 8 വീട്ടിൽ കോന്തൻ. അമ്മയെ ശല്യപ്പെടുത്താത്ത മകള്, മകളെ ശല്യപ്പെടുത്താത്ത അമ്മ. പേടിക്കണ്ട, ഞാനാ കുഞ്ഞിന്റെ അച്ഛൻ. പതുക്കെ, ഒച്ച വെക്കല്ലേ, കുഞ്ഞ് കരയും. കരയത്തില്ലെന്നേ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മോള് ക്ഷമിക്കണം, ഞാൻ നിന്റെ അമ്മയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാനൊരൽപ്പം മോശമായിട്ട് പെരുമാറിപ്പോയി. ജീവന് തുല്യം സ്നേഹിക്കുന്നവരോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത്. പറ്റിപ്പോയി. നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, എന്നോട് ക്ഷമിക്കണം. ഹൃദയം കീറി മുറിച്ചിട്ട് സോറി പറയുന്നതില് എന്താ അർത്ഥം ACP? സോറി പറഞ്ഞല്ലോ, എന്നിട്ടും ACP എന്നാണോ? ഏട്ട എന്ന വിളിയിലേക്ക് എത്തണമെങ്കിൽ മനസ്സിലെ സങ്കടം മാറണ്ടേ? എൻ്റെ മീനാക്ഷിയുടെ മനസ്സിലെ സങ്കടം മാറ്റണം. ഉള്ളിലുള്ള ചില ടെൻഷൻ കൊണ്ട് ഞാനൊരല്പം ദേഷ്യപ്പെട്ടു പോയി.
എൻ്റെ കുട്ടിമാളു എന്നോടുള്ള പിണക്കം കളയ. അനുരാഗവിളി കുട്ടിമോളു വല്ല ഡാർലിംഗ് എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഇയാൾക്ക് നാണമില്ലല്ലോ. ഇയാളൊരു ACP ആണോ? പറ കുട്ടിമാളു, പിണക്കം മാറിയെന്ന് പറ. എന്താ ഏട്ടാ ഇത്? കുട്ടിമോളിന് ഒരു പിണക്കവുമില്ല. ഹായ് ഏട്ടൻ. ഈ വിളി കേൾക്കുമ്പോ മഞ്ഞുമലയിൽ വീണ ഒരു കുളിര്. ഏട്ടനും കുട്ടിമാളും കളിച്ചുള്ള സ്വെല്ലോസ്. ഇങ്ങനെയാണോ മനുഷ്യന്മാർ പ്രേമിക്കുന്നത്? എനിക്കിപ്പോ തോന്നുന്നതേ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പിണക്കം വളരെ നല്ലതാണെന്നാ. അതെന്താ? പിന്നീടുള്ള ഇണക്കത്തിന് വല്ലാത്ത ആഹാരം ഞാൻ വാരിത്തരാം. വേണ്ട ഏട്ടാ. വേണം വേണം. ആ യൂസ്ലെസ് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് പോയിരുന്നെങ്കിൽ അതിനെനിക്ക് സമാധാനമാവുമായിരുന്നു. ഞാൻ യൂസ്ലെസ്. എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഇവരുടെ വഴക്ക് മാറുന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി? ഇവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണോ, അതോ ഈ കുട്ടിയുള്ളതുകൊണ്ടാണോ ഇത്രയും പ്രണയം?
മഹാപ്രശ്നക്കാരിയാ അമ്മേ. ഓ എന്ത് പ്രശ്നം? വിശപ്പ് കേട്ട പിന്നെ ഇത് വല്ല പ്രശ്നം ഉണ്ടാക്കോ മോളെ? ആ ആ വിശപ്പുണ്ടാവുമ്പോ കാണിക്കുന്ന ബഹളം മതിയല്ലോ. ഉം. അത് പിന്നെ ബഹളം ഉണ്ടാക്കിയാലേ ഫുഡ് കിട്ടൂന്ന് അതിന് നന്നായിട്ട് അറിയാം. ആ അമ്മേ എനിക്ക് വിശക്കുന്നു പാലിതാ എന്ന് പറയാൻ ഇതിനെ കൊണ്ട് പറ്റൂ? അപ്പ ബഹളം ഉണ്ടാക്കും അല്ലേടി? ഏ? ആഹാ, കൈ എവിടെ? അയ്യടാ. ദാ, ദാ, ദാ. ചക്കരക്കുട്ടി ഉടുപ്പൊക്കെ ഇട്ടോ? ആ? ഇതിന്റെ അച്ഛനെങ്ങനെയായിരുന്നു കൊച്ചിലെ? മിസ്റ്റർ ACP മഹാബഹളക്കാരനായിരുന്നോ? ഹും. അവനും ഇതുപോലെ തന്നെ വിശക്കരുത്. വിശന്ന് പോയ പിന്നെ സ്വൈരം തരില്ല. വിശപ്പ് മാത്രമല്ല, പാല് കൂടി കഴിയും വരെ സാവിത്രിയുടെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞാ പിന്നെ നന്ദിനി എടുത്തോണം. ആ ആ അല്ലെങ്കിൽ പിന്നെ വഴക്ക. കുഞ്ഞിനെ അമ്മ കൊണ്ടുപോകുന്നതില് എന്റെ അമ്മായിക്കൊരു പ്രശ്നമില്ലേ? പാല് കൊടുത്തു കഴിഞ്ഞാ ആ നിമിഷം കാർത്തിമോനെ കൊണ്ടുവന്ന് സാവിത്രി നന്ദിനിക്ക് കൊടുക്കും. എന്നിട്ട് അവൾ അവളുടെ പാട്ടിന് പോവും. എന്റെ കുഞ്ഞിനെ അവർ കുളിപ്പിക്കുന്നു, അവരൊരുക്കുന്നു, അവരാഹാരം കൊടുക്കുന്നു. എനിക്കെന്റെ കുഞ്ഞിന് ഒന്ന് എടുക്കാൻ പോലും അവർ അവസരം തരുന്നില്ല. എന്തുവാടി? ഓ അമ്മയുടെ പൊന്നല്ലേ. വന്നല്ലോ തീ പിടിച്ച ആത്മാവ്. തീ പിടിച്ച ആത്മാവോ? അതെ, തീ പിടിച്ച ആത്മാവിനെ പോലെ ഇതിനകം മുഴുവൻ അലിഞ്ഞു തിരിയുകയല്ലേ ഇവള്. സാവിത്രി രാമഭദ്രനോടൊപ്പം ഗുരുവായൂർ പോയത് ഇവളുടെ ഭാഗ്യം. അമ്മായിക്ക് ഏതു നേരവും ഇവളെ പൊരിച്ചെടുക്കലാണല്ലോ പണി. ആ അമ്മേ, മുത്തശ്ശി കുളിപ്പിച്ചൊരുക്കിയ കുഞ്ഞാ. ചില അവതാരങ്ങളെ നോക്കിയാലേ കുഞ്ഞിന് കണ്ണ് കിട്ടും. പെറ്റമ്മ നോക്കിയ കുഞ്ഞിന് കണ്ണേറ് കിട്ടോ? പെറ്റമ്മയോ? ആര്? നീയോ? വയറ്റിലുണ്ടായി പോയതുകൊണ്ടും അതൊരു ഭാരമായി പോയതുകൊണ്ടും നീ പ്രസവിച്ചു. പിന്നെ വലിച്ചെറിഞ്ഞേച്ച് നീ നിന്റെ പാട്ടിന് പോയില്ലേ? അങ്ങനെയുള്ള നീ എങ്ങനെയാടി ഒരു അമ്മയാവുന്നത്? നീ അമ്മമാർക്ക് തന്നെ ഒരു നാണക്കേടാ. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയെന്നുള്ളത് സത്യം തന്നെയാ. അത് പിന്നെ ഏത് നേരവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? ദേ, കാർത്തിമോൻ ഇതൊക്കെ കഴിഞ്ഞ കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾക്കാർക്കും അങ്ങനെയല്ല. അവനൊരു പക്ഷെ നിന്നോട് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള വിശാല മനസ്കത ഉണ്ടായേക്കാം. ഞങ്ങൾക്കതെന്തായാലും ഇല്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലെ ഇടുങ്ങിയ ചിന്താഗതി തന്നെയാ ഉള്ളത്. എന്തിനാ അമ്മേ ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ എനർജി കളയുന്നേ? ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിമിനൽ മൈൻഡാ ഇവൾക്കൊക്കെ. കുറ്റബോധം പോലും തോന്നില്ല. ഞാനൊരു അമ്മയാണ്, അത് മറക്കരുത്. ഓ, പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ മറന്ന് നീ എങ്ങനെയാടി ഒരു അമ്മയാവുന്നേ? അമ്മ എന്ന വികാരത്തിന്റെ പേരറിയാമോടി നിനക്ക്? അമ്മ എന്നതൊരു വാക്കല്ല, ഒരു വികാരമാണ്. സ്നേഹം, വാത്സല്യം, ത്യാഗം, കാരുണ്യം, ക്ഷമാശക്തി, ഇങ്ങനെ എല്ലാ വികാരങ്ങളും ചേർന്നിട്ടുള്ളതാടി അമ്മ. കുഞ്ഞ് അമ്മ എന്ന് വിളിച്ചു ശീലിക്കുന്നത്
ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. അമ്മ എന്ന ശബ്ദം അതറിയാതെ നാവിൽ നിന്ന് ഉയരുന്നതാ. 1000 പേജുകളിൽ വിശദീകരിച്ചാലും തീരില്ലടി അമ്മ എന്ന വാക്കിന്റെ അർത്ഥം. അമ്മ എന്ന സ്നേഹത്തെ പറ്റി നിനക്ക് അറിയണമെങ്കിൽ ദാ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ 3 അമ്മമാര്. നീ ഞങ്ങളെ കണ്ട് പഠിക്കടി ഒരമ്മ എങ്ങനെ ആയിരിക്കണമെന്ന്. വാ അമ്മേ.